കഴിഞ്ഞ 10 വർഷക്കാലത്തെ ഇടത് തുടർ ദുർഭരണത്തിൽ സംസ്ഥാനം വികസന കാര്യങ്ങളിൽ പിന്നോട്ടടിച്ചു എന്ന് ഉറപ്പുള്ളതിനാൽ വണ്ടൂർ നിയോജക മണ്ഡലത്തിലെ വാണിയമ്പലം റെയിൽവേ മേൽപ്പാലത്തിൻ്റെ കാര്യത്തിൽ ഉൾപ്പെടെ CPM പച്ചക്കള്ളം പ്രചരിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുകയാണെന്നാണ് UDF ആരോപിക്കുന്നത്. വാണിയമ്പലം റെയിൽവേ മേൽപ്പാലവുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് അടുത്ത സമയത്ത് സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയായിരിക്കുന്ന വിവാദങ്ങളുടെ സത്യമെന്തെന്ന് എല്ലാവരും അറിയേണ്ടതുണ്ട് എന്നാണ് MLA AP അനിൽകുമാർ പറയുന്നത്. കാളികാവ് വണ്ടൂർ റൂട്ടിൽ യാത്ര ചെയ്യുന്നവർ വാണിയമ്പലം റെയിൽവേ ക്രോസിൽപ്പെട്ട് വളരെയേറെ പ്രയാസപ്പെടുന്നുണ്ട് എന്നത് വസ്തുതയാണ്. പഴയ കാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ട്രെയിനുകളുടെ എണ്ണം വർദ്ധിച്ചപ്പോൾ കൂടുതൽ തവണ ക്രോസിംഗ് വരുന്നതിനാൽ ഇതുപോലുള്ള പ്രയാസവും ദുരിതവും മുൻകാലങ്ങളിലേക്കാൾ അധികമാണ് എന്നുള്ളതും സത്യമാണ്. വാണിയമ്പലം റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന് ആവശ്യമായ ഭൂമി സംസ്ഥാന സർക്കാർ ഏറ്റെടുത്ത് നൽകിയാൽ ഉടൻ പ്രവൃത്തി ആരംഭിക്കുമെന്ന് കേന്ദ്ര റെയിൽവേ വകുപ്പ് മന്ത്രി അശ്വിനി വൈഷ്ണവ് അറിയിച്ചത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ്. ഡൽഹിയിലെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ AP അനിൽകുമാർ MLAയുമായി മേൽപ്പാല സംബന്ധമായി നടത്തിയ അവസാനത്തെ കൂടിക്കാഴ്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. രാഹുൽ ഗാന്ധിയുടെ ആവശ്യപ്രകാരം റെയിൽവേ മേൽപ്പാല നിർമ്മാണത്തിന് കേന്ദ്ര ബജറ്റിൽ 20,90,00,000 രൂപ നേരത്തെ അനുവദിച്ചിരുന്നു. തുടർന്ന് MLA നിയമസഭയിൽ ആവശ്യപ്പെട്ടത് പ്രകാരം പ്രസ്തുത പ്രവൃത്തി നടപ്പിലാക്കുന്നതിന് കേരള റോഡ്സ് ആൻഡ് ബ്രിഡ്ജസ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിനെ ചുമതലപ്പെടുത്തുകയും ചെയ്തിരുന്നു. MLAയുടെ നേതൃത്വത്തിൽ ചേർന്ന സർവകക്ഷി യോഗം അലൈൻമെന്റിന് അംഗീകാരവും നൽകി. ട്രാഫിക് സ്റ്റഡിയും മണ്ണ് പരിശോധനയും തുടർന്ന് നടത്തിയിരുന്നു. പിന്നീട് കേരള റെയിൽ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ലിമിറ്റഡിനെയാണ് നിർവഹണ ചുമതല ഏൽപ്പിച്ചത്. ഇപ്പോൾ KRDCL തയ്യാറാക്കിയ DPR റെയിൽവേ അംഗീകരിച്ചിട്ടുമുണ്ട്. നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിനുള്ള കാലതാമസം നേരിട്ടതിനെ തുടർന്ന് പ്രിയങ്ക ഗാന്ധി MP റെയിൽവേ ഉദ്യോഗസ്ഥരുടെ യോഗം വിളിച്ചു ചേർത്ത് റെയിൽവേ വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവരികയും ചെയ്തിരുന്നു. MLA നിരവധി തവണ നിയമസഭയിലും വിഷയം ഉന്നയിച്ചു. 2021 MLAയുടെ ചോദ്യത്തിന് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി നിയമസഭയിൽ ഭൂമി ഉടൻ ഏറ്റെടുത്ത് നൽകുമെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. എന്നിട്ടും മേൽപ്പാല നിർമ്മാണം വൈകുന്ന സാഹചര്യത്തിലാണ് AP അനിൽകുമാർ MLA കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവുമായി വീണ്ടും കൂടിക്കാഴ്ച നടത്തിയത്. ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ അവഗണന തുടരുന്നതിനാൽ കേന്ദ്ര റെയിൽ മന്ത്രാലയം നേരിട്ട് ഭൂമി ഏറ്റെടുത്ത് മേൽപ്പാല നിർമ്മാണം നടത്തണമെന്ന് കേന്ദ്രമന്ത്രിയെയും മറ്റും സന്ദർശിച്ച് MLA അനിൽകുമാർ ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിൽ ഏറ്റവും അവസാനത്തെ സന്ദർശനത്തിന്റെ ഒരു ചിത്രം ഉപയോഗിച്ച് മേൽപ്പാലത്തിന് വേണ്ടി ഇപ്പോഴാണ് MLA ശ്രമം തുടങ്ങിയതെന്ന് പ്രചരിപ്പിക്കുകയാണ് കൗശലപൂർവം CPM ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് MLA പറയുന്നത്. അതുകൊണ്ട് തന്നെ CPMനോട് ഒറ്റ ചോദ്യം മാത്രം. വാണിയമ്പലം മേൽപ്പാലത്തിന്റെ പ്രാരംഭ പ്രവൃത്തിക്ക് രാഹുൽ ഗാന്ധി വയനാട് MP ആയിരിക്കുമ്പോൾ, അതായത് 5 വർഷങ്ങൾക്ക് മുമ്പ് 2021 അനുവദിച്ച 20,90,00,000 രൂപ എവിടെ നിന്ന് കൊണ്ടുവന്നതാണെന്ന് ഈ വിവാദങ്ങൾ ഉണ്ടാക്കുമെന്നവർ പറയേണ്ടതുണ്ടെന്നാണ് അനിൽകുമാർ പറയുന്നത്. നിലമ്പൂർ ഷൊർണൂർ ലൈനിൽ 10 ലെവൽ ക്രോസുകളുണ്ട്. അതിൽ 5 എണ്ണം അന്തർ സംസ്ഥാന പാതകളാണ്. മേലാറ്റൂർ, പട്ടിക്കാട്, അങ്ങാടിപ്പുറം, ചെറുകര, വാടാനംകുറിശി അവയെല്ലാം അന്തർ സംസ്ഥാന പാതകളായതുകൊണ്ട് തന്നെ വാണിയമ്പലത്തേക്കാൾ പ്രധാനപ്പെട്ട ക്രോസിങ്ങുകളാണെന്ന കാര്യത്തിൽ സർക്കാരിനും CPMനും സംശയമുണ്ടാകുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ അതിൽ എത്ര സ്ഥലത്ത് പിണറായി സർക്കാർ ഓവർ ബ്രിഡ്ജ് നിർമ്മിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്, അല്ലെങ്കിൽ പ്രവൃത്തി നടക്കുന്നുണ്ട് എന്ന് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. വാടാനംകുറിശി 2017 കിഫ്ബി ഫണ്ട് വെച്ച് 2021 മുഖ്യമന്ത്രി പിണറായി പ്രവൃത്തി ഉദ്ഘാടനം ചെയ്തപ്പോൾ മേൽപ്പാലം 22 തുറന്നു കൊടുക്കുമെന്നാണ് തള്ളിമറിച്ചിരുന്നത്. 2026 പോലും ആ മേൽപ്പാലം തുറന്നു കൊടുത്തിട്ടില്ല. അടുത്തത് പട്ടിക്കാട്, ചെറുകര, രണ്ടും അന്തർ സംസ്ഥാന പാതകളാണ് റെയിൽ മുറിച്ച് കടന്നു പോകുന്നത്. 2018 തുടങ്ങിയതാണ് ഇതിന്റെ പേപ്പർ വർക്കുകൾ. 7 വർഷങ്ങൾക്ക് ശേഷം 2025 ഇതിൽ
ഒരെണ്ണം പട്ടിക്കാട് മേൽപ്പാലത്തിന് ഭൂമി ഏറ്റെടുത്തത് തന്നെ. ഇപ്പോൾ അവിടെ പില്ലറുകളുടെ നിർമ്മാണം ആരംഭിച്ചിട്ടുണ്ട്. ചെറുകരയിലേത് ഇപ്പോഴും ഒന്നുമായിട്ടില്ലെന്ന് മറക്കരുത്. ഇതൊക്കെയാണെങ്കിലും അണ്ടർ പാസേജ് മതിയായിരുന്നെങ്കിൽ പ്രവൃത്തി പെട്ടെന്ന് നടക്കുമായിരുന്നു താനും. അതുകൊണ്ടാണ് വാണിയമ്പലത്തേതിനേക്കാൾ വേഗത്തിൽ നിലമ്പൂർ അടിപ്പാത പൂർത്തിയായത് എന്ന് നാം ഓർക്കേണ്ടതുണ്ട്. ഇനി വാണിയമ്പലത്തേക്ക് രാഹുൽ ഗാന്ധി ഇടപെട്ട് 2021 20,90,00,000 രൂപ ഫണ്ട് വകവെക്കുന്നു. 2023 മണ്ണ് പരിശോധനയും ട്രാഫിക് സ്റ്റുഡിയോയും നടക്കുന്നു. 2024 DPR റെയിൽവേ അംഗീകരിക്കുന്നു. ശേഷം ഭൂമി ഏറ്റെടുക്കലാണ് നടക്കേണ്ടിയിരുന്നത്. അതിന് പണം വെക്കേണ്ടത് സംസ്ഥാന സർക്കാരാണ്. ഏറ്റെടുത്ത ഭൂമി റെയിൽവേ മന്ത്രാലയത്തിന് കൈമാറേണ്ടത് ഈ സംസ്ഥാന സർക്കാരായിരുന്നു. എന്നാൽ ഒരു കാരണവശാലും വാണിയമ്പലത്തെ മേൽപ്പാല നിർമ്മാണം തെരഞ്ഞെടുപ്പിന് മുമ്പ് ആരംഭിക്കാൻ ഇടവരരുതെന്ന് CPM-ന് നിർബന്ധമുണ്ടായിരുന്നു. ഭൂമി ഏറ്റെടുത്ത് കൊടുക്കൽ വൈകിപ്പിച്ചത് ഈ സർക്കാരാണ്. ഒന്നുകൂടി പറയട്ടെ, ഭൂമി ഏറ്റെടുക്കാൻ പണം അനുവദിക്കേണ്ടത് ഭരിക്കുന്ന ഇടതുപക്ഷ സർക്കാരായിരുന്നു. ആ സർക്കാരിന്റെ പേര് പിണറായി വിജയന്റെ ഇടത് സർക്കാർ എന്നാണ്. സോഷ്യൽ മീഡിയയിലൂടെ AP അനിൽകുമാറിനെതിരെ വാളെടുത്തിരിക്കുന്നവർ നമ്മുടെ നാട്ടുകാരെ ഇക്കാര്യത്തിൽ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചാൽ അത് വിലപ്പോകില്ലെന്ന് ഓർമ്മിപ്പിക്കട്ടെ. കഴിഞ്ഞ 1/4 നൂറ്റാണ്ടായി ഇടതുപക്ഷത്തിന് എത്തി നോക്കാൻ സാധിക്കാത്ത തരത്തിൽ അന്യമായി കഴിഞ്ഞു വണ്ടൂർ നിയമസഭാ മണ്ഡലം എന്നതിനാൽ ഇവിടുത്തെ ജനങ്ങളോടും നാടിനോടും കടുത്ത അവഗണന കാണിക്കുകയായിരുന്നു പിണറായി സർക്കാർ. അരിയും തിന്നു ആശാരിച്ചിയും കടിച്ചു പിന്നെ നായിക്കും മുറുമുറുപ്പെന്ന ചൊല്ലുപോലെ മേൽപ്പാലം ഉൾപ്പെടെ വികസനങ്ങളെല്ലാം പരമാവധി മുടക്കിയ ശേഷം അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് സ്വയം ഒഴിഞ്ഞു മാറി അതെല്ലാം MLA-യുടെ തറയിൽ കെട്ടിവെക്കാനുള്ള LDF ശ്രമം ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒരു കാര്യം CPM ഓർക്കുന്നത് നല്ലതാണ്. വണ്ടൂർ മണ്ഡല പരിധിയിലെ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളും UDF ആണ് ഭരിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിൽ പ്രതിപക്ഷമില്ല. മുഴുവൻ ജില്ലാ പഞ്ചായത്ത് പ്രതിനിധികളും UDF-ന്റേതാണ്. മണ്ഡലത്തിൽ ഇക്കുറി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 40,000-ൽ പരം വോട്ടുകളുടെ ലീഡാണ് UDF-നുള്ളത്. മേൽപ്പാലത്തിന്റെ കാര്യത്തിൽ CPM-ന്റെ സംസ്ഥാന ഭരണകൂടമാണ് കുറ്റക്കാരെന്ന സത്യം ജനങ്ങൾക്ക് ബോധ്യമായെന്ന് കണ്ടതോടെ മറ്റ് ചില പുതിയ കാര്യങ്ങളുടെ പേരിൽ പോലും ഓരോ ദിവസം കഴിയും തോറും തെറ്റിദ്ധാരണ പരത്തി ഇക്കുറിയും വിജയ സാധ്യത തീരെയില്ലാത്ത ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടിയാണ് CPM വോട്ട് ചോദിക്കുന്നത്. സംസ്ഥാനത്തെ സാധാരണക്കാരായ വോട്ടർമാർ അയ്യപ്പന്റെ സ്വർണം പോലും കട്ട അഴിമതി കൊള്ളസംഘ ഭരണകൂടത്തെ തൂത്തെറിയാൻ പ്രതിജ്ഞയെടുത്തവരോടൊപ്പം ചിന്താശേഷിയുള്ള വണ്ടൂരിലെ വോട്ടർമാർ മുൻപന്തിയിൽ ഉണ്ടാകുമെന്നും കഴിഞ്ഞ തവണത്തേതിനേക്കാൾ ഭൂരിപക്ഷം ഇരട്ടിയാകുമെന്നുമാണ് നിഷ്പക്ഷ രാഷ്ട്രീയക്കാർ പോലും വിലയിരുത്തിയിരിക്കുന്നത്. UDF സംസ്ഥാനത്ത് അധികാരത്തിലെത്തുമ്പോൾ വണ്ടൂരിനെ പ്രതിനിധീകരിക്കുന്ന MLA തീർച്ചയായും മന്ത്രിയായിരിക്കും. വണ്ടൂരിനെ കഴിഞ്ഞ 10 വർഷം നഷ്ടമായ വികസനം നമുക്ക് തിരിച്ചെത്തിക്കണമെന്നും അതിനെ കക്ഷി രാഷ്ട്രീയം മറന്ന് ഇടതുപക്ഷ പ്രവർത്തകരുൾപ്പെടെ മുഴുവൻ വോട്ടർമാരും തനിക്ക് കൈപ്പത്തി അടയാളത്തിൽ വോട്ട് ചെയ്യണമെന്നുമാണ് UDF സ്ഥാനാർത്ഥി AP അനിൽകുമാർ ആവശ്യപ്പെടുന്നത്.